ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പാത്രം കഴുകുന്നത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സക്കിയക്കുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവളുടെ ലഞ്ച് ബോക്സും പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എന്നും പറയുന്നത് പോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതുതായി ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ആദ്യമുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ആദ്യം മുതൽ തുടങ്ങണം കേട്ടോ. ആദ്യത്തിൽ നിന്ന് തുടങ്ങണം. നമ്മൾ വലിയൊരു കുന്ന് കയറി 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 പോയി മേലെത്താനാവുമ്പം താഴോട്ട് ഉരുണ്ട് വീണാനുള്ള സ്ഥിതി എന്താ, അതേ സ്ഥിതിയിലാണ് ഇപ്പം ഞാനുള്ളത്. കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവറും ഫുൾ ആവണം. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഫുൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊരു വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി വീഡിയോ ഇടലുണ്ടായിരുന്നില്ല അല്ലേ. ആദ്യമൊക്കെ ഡെയിലി വീഡിയോ ഇട്ടു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഉഴപ്പ് തുടങ്ങി. പിന്നെ ഒന്നരാടം ഒരു ദിവസം ഇട്ടാൽ പിറ്റേ ദിവസം ഇടൂല, അങ്ങനെയായി. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം വാച്ച് അവറിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടാൽ 365 ദിവസം, അതായത് ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ ഈ 4000 വാച്ച് അവർ ഫുള്ളാക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു വർഷം എൻ്റേത് കഴിഞ്ഞു. അതിന് ശേഷം സംഭവിച്ചത്, ഞാൻ 3000-ത്തിനടുത്ത് വാച്ച് അവർ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 365 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വാച്ച് അവർ താഴോട്ട് വരൽ തുടങ്ങി. 3000-ത്തിൻ്റെ അടുത്ത് എത്തിയത് ഇപ്പോൾ ഏകദേശം 2500-ലേക്ക് എത്തിയിട്ടുണ്ട്. അത് അങ്ങനെ താഴോട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 365 ദിവസത്തിൽ 4000 ഞാൻ ഇനി എത്തിച്ചാൽ മാത്രമേ എനിക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടോ എനിക്ക് ഇതുവരെ മനസ്സിലായത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആദ്യം മുതൽ ചാനൽ തുടങ്ങിയത് മുതലുള്ള ഒരു സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. ഞാൻ ഒരു വട്ടം കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാത്രി ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, ചെറിയൊരു പൂതി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം എന്നുള്ളത്. കുറച്ച് ചോറുണ്ടായിരുന്നു, പക്ഷേ എന്തോ ചോറ് കഴിക്കാനുള്ള ഒരു മൂഡ് കിട്ടുന്നില്ല. ചപ്പാത്തി ഉണ്ടാക്കിയാലോ എന്നൊരു ഇത്, അങ്ങനെ പൊടിയൊക്കെ കുഴച്ച് ഞാൻ ചപ്പാത്തിക്കുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ ചപ്പാത്തിക്ക് പൊടി കുഴക്കൽ. അധികം വെള്ളം കൂടാതെയും ശ്രദ്ധിക്കണം. പച്ചവെള്ളത്തിൽ ഞാൻ ഇതുവരെ കുഴച്ച് നോക്കിയിട്ടില്ല, എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടലുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കുന്ന ആളൊന്നല്ല കേട്ടോ. ഇവിടെ അങ്ങനെ രാത്രി ചോറ് തന്നെയാണ് ഉണ്ടാവൽ. രാവിലെ മാത്രമാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പ്രസ്സിലൊന്ന് അമർത്തിയിട്ട് പിന്നെ നമ്മുടെ ചപ്പാത്തി കോല് വെച്ചിട്ട് അങ്ങനെ ഒന്ന് പരത്തിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പം പെട്ടെന്ന് പരത്താൻ വേണ്ടിയിട്ട് കഴിയുമല്ലോ. ചപ്പാത്തി പരത്താൻ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ഒന്നാമത് പരത്തി ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂപടം പോലെയൊക്കെ ചിലപ്പോൾ ആവും. എന്നാലും എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ദാ എല്ലാം തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് പ്രസ്സിൽ. പിന്നെ കോരി വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി കുറേ പേരൊക്കെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും തോന്നുന്നില്ലേ. എന്നാലും ഇങ്ങനെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചാൽ മതി. എവിടെയെങ്കിലും ഇട്ടിട്ട് പാത്രത്തിൽ മാത്രം ഇടാതെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ചപ്പാത്തി കോല് ആഗ്രഹിച്ചൊരു കോല് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ കാണാൻ രസം നോക്കി വാങ്ങിയിട്ട് അത് അബദ്ധമായി പോയിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഇങ്ങനെ എന്താ പിടിക്കാനുള്ള ഒരു ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ ആ സൈഡ് തട്ടുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തിയൊക്കെ മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സൈഡ് തട്ടാതെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു അബദ്ധമായി പോയി വാങ്ങിയത്. കാണാൻ ഞാൻ തിരഞ്ഞ് കാണാൻ രസമുണ്ടല്ലോ എന്നും പറഞ്ഞ് വാങ്ങിയതായിരുന്നു അത്. അപ്പോൾ അതങ്ങനെയും പറ്റി.
അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞ് അപ്പോൾ കൈയോടെ തന്നെ ഞാൻ അവിടെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ അത് അവിടെ ഒട്ടിപ്പിടിച്ച് ആകെ വൃത്തികേടായിട്ട് കിടക്കും. നമുക്ക് തന്നെ പണിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പം അത് കൈയോടെ തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ വലിയ ഇടങ്ങേറില്ലാതെ നമുക്ക് തന്നെ കഴിയൂലേ. അപ്പോൾ ഇനിയിപ്പം ചപ്പാത്തി ചുടലും കൂടെ തുടങ്ങുകയാണ്. പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സെക്യക്കുട്ടി സ്കെച്ചോ എന്തോ കയ്യിലാക്കിയിട്ട് അത് ഉരച്ച് കഴുകുന്ന പണിയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രൊജക്റ്റ് വർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച കവർ ഞാൻ അറിയാതെ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പണിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പാന് ചൂടായപ്പം ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇടുന്ന സമയത്ത് ആകെ ഒരു 3 പ്രാവശ്യം മറിക്കലിൽ തന്നെ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കുറേ നേരം അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം ജസ്റ്റ് അല്ല ചെറിയൊരു കുമിളയൊക്കെ വരുന്നതെന്ന് തോന്നുമ്പം തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ അതും ചെറുതായിട്ടൊന്ന് പൊള്ളി വരുമ്പം ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ബോളായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ചപ്പാത്തിയും ഇടുന്നതിനനുസരിച്ചിട്ട് പാൻ ഒന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണങ്ങി പിടിച്ചിട്ട് ആകെ കരിഞ്ഞ് എന്തോ പോലെ കാണാൻ തന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് പിന്നെ അതിൽ ചെറുതായിട്ടൊന്ന് കുമിള വരാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും ചെറുതായിട്ട് ഇതാ ഒന്നിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മറിക്കലിൽ തന്നെ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുഴക്കലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആയി വന്നോളും. അപ്പോൾ നിങ്ങളൊക്കെ എന്നെക്കാളും ചപ്പാത്തി ചുടാൻ എക്സ്പേർട്ടാണ് എന്ന് എനിക്കറിയാം. എന്നാലും ജസ്റ്റ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെപ്പോലെ ആദ്യമൊക്കെ ഇടങ്ങേറായവരൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ ഇതാ നമ്മുടെ ചുടലും കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ കഴിക്കാനും നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടലാസ് പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ് ചപ്പാത്തി ഉള്ളത്. കറിയൊക്കെ ഒഴിച്ചാൽ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള. അപ്പോൾ ചിക്കൻ കറി കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക് വെച്ചത്. അപ്പോൾ അത് ഞാൻ ഇതുപോലെയൊന്നുമല്ല, ചോറിന് കുറച്ച് കുറുക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുറച്ച് കറി വേണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പെട്ടെന്ന് തന്നെ രാത്രി ഫുഡ് കഴിക്കലൊക്കെ കഴിയും കേട്ടോ. രാത്രി ഒരു 7:30 മണിയാവുമ്പോൾ തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കും. അങ്ങനെ ആവുമ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. ബാക്കി കാര്യങ്ങൾ നോക്കാമെന്നല്ല, നമ്മുടെ ശരീരത്തിനും നല്ലത് അത് തന്നെയാണ്. നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചതൊക്കെ ദഹിക്കണം എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മുടെ പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കിച്ചണും വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക, പ്രത്യേക ഒരു സുഖമായിരിക്കും. പിന്നെ അതുമാത്രമല്ല, പെട്ടെന്ന് രാത്രി വയ്യാതാവുകയോ എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കഴിയുന്നതും നമ്മൾ നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നമ്മുടെ കിച്ചണൊക്കെ നല്ലപോലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ പൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്നൊന്ന് കഴിച്ചിലായാൽ തന്നെ കുറച്ചൊരു സമാധാനമാണല്ലേ നമുക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഇവിടെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സക്കിയക്കുട്ടീൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യലും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഏകദേശം ഞാൻ വലിക്കാത്ത സാധനങ്ങളൊക്കെ ഓളെ വക ഓളും വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചെയ്തതാണ് കേട്ടോ. ഇല ഒട്ടിക്കലും മരത്തിൻ്റെ മുകളിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടിക്കലും ഇതൊക്കെ ആക്കലൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പഠനം എന്ന് പറയുന്നത് ല്ലേ. അപ്പോൾ വേണ്ടിയതും വേണ്ടാത്തതൊക്കെ ആളിവിടെ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. ഇനി കുറച്ച് തുണികളും കൂടെ മടക്കി വെക്കാനുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരം തുണി മടക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ കിടക്കേ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി അലമാരയിലേക്ക് വെക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം അലമാരയൊക്കെ ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ശ്രദ്ധാപൂർവ്വമാണ് കേട്ടോ തുണിയൊക്കെ മടക്കുന്നത്. എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല. എന്നാലും കഴിയുന്നത് പോലെയൊക്കെ ഒന്ന് നീറ്റാക്കി മടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ സക്കിക്കുട്ടീനെ ഒന്ന് വായിപ്പിക്കുകയൊക്കെ ചെയ്ത് അവൾക്ക് റിവിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിടക്കാനൊക്കെ പോവാനായിട്ടുണ്ട് കേട്ടോ. സക്കിയക്കുട്ടിയൊക്കെ കിടന്നു, ഷഫീഖയും കിടന്നു. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. അപ്പോൾ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.